വെൽക്കം ടു ജിബി സൈ. അപ്പോൾ ഇന്ന് നമ്മൾ കോട്സ്വോൾഡിലാണ് എത്തിയിരിക്കുന്നത്. ബ്രോഡ്വേ ടവർ. കോട്സ്വോൾഡിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കെട്ടിടമാണ് ബ്രോഡ്വേ ടവർ. കോട്സ്വോൾഡിലെ ബ്രോഡ്വേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ബ്രോഡ്വേ ടവർ കാണാൻ വേണ്ടിയാണ്. അതായത് കുറെ കാണുന്നതാണ് ബ്രോഡ്വേ ടവർ. നല്ല റൊമാൻറ്റിക് ഇതിനടുത്തുള്ള കഫേയുടെ വശത്തായി കാർ പാർക്ക് ചെയ്ത് നടന്നു വേണം ഈ ടവർ കാണാൻ. ഏകദേശം 200 ഏക്കറോളം ഉള്ള ഒരു എസ്റ്റേറ്റിലാണ് ഇതുള്ളത്. ഇതിനോട് ചേർന്ന് ഡിയർ പാർക്കും ന്യൂക്ലിയർ ബങ്കർ പോലെയുള്ള സ്ഥലങ്ങളും ഒരുക്കിയിരിക്കുന്നു. കാസിൽ കോംബ്. കോട്സ്വോൾഡിലെ വിൽഷെയർ ഉള്ള ഒരു മനോഹര ഗ്രാമമാണ് കാസിൽ കോംബ്. (1600) മുതൽ ഇവിടെ പുതുതായി ഒരു വീടും പണിതിട്ടില്ല എന്ന ഒരു പ്രത്യേകതയും ഈ ഗ്രാമത്തിനുണ്ട്. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ. റിവർ ഏവണിന് അരികിലായുള്ള ഒരു മാർക്കറ്റ് ടൗൺ ആണ് സ്ട്രാറ്റ്ഫോർഡ് ഏവൺ. വില്യം ഷേക്സ്പിയറിന്റെ ജന്മസ്ഥലമാണിത്. ഇവിടുത്തെ പ്രധാന സ്ട്രീറ്റിലൂടെ ആർട്ട് വർക്കുകളും ഒക്കെ കണ്ട് നടന്നാൽ വില്യം ഷേക്സ്പിയർ ജനിച്ച വീടും കാണാൻ കഴിയും. ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു മെക്കാനിക്കൽ ആർട്ട് ആൻഡ് ഡിസൈൻ മ്യൂസിയം ഉണ്ട്.
എക്സൈറ്റഡ് ആണ് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയതിൽ. കാരണം വില്യം ഷേക്സ്പിയർ ജനിച്ച് വളർന്ന വീടാണിത്. കോട്സ്വോൾഡിലെ സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. സമയം രാത്രി 8 മണി സമയമായുള്ളൂ, പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കാണാനൊക്കെ നമുക്ക് പറ്റും, പക്ഷേ അത് പകൽ ടൈമിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറണം. സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവണിലെ ബട്ടർഫ്ലൈ പാർക്കും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഗ്ലൂസെസ്റ്റർ കത്തീഡ്രൽ. കോട്സ്വോൾഡിനടുത്തുള്ള ഒരു സിറ്റിയാണ് ഗ്ലൂസെസ്റ്റർ. 11ാം സെഞ്ചുറിയിൽ നിർമ്മിച്ച ഗ്ലൂസെസ്റ്റർ കത്തീഡ്രൽ ആണ് ഇത്. എഡ്വേർഡ് രണ്ടാമനെ അടക്കിയ പള്ളി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കൂടുതൽ മനോഹരമായ സ്ഥലത്തെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.